ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ചധികം കാലമായില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ എന്തൊക്കെ ഒരു കാര്യം കൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് കേട്ടോ. എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് വിടാനുള്ള ഒരു മാനസികാവസ്ഥ ടൈമോ എന്തൊക്കെ ഇല്ലാത്ത എന്താ പ്രശ്നം എന്ന് കറക്റ്റ് എനിക്ക് തന്നെ അറിയാൻ പറ്റിയില്ല. കുറച്ച് മടി പിടിച്ച പോലെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇത് വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പം ഗസ്റ്റ് വന്നാൽ ഒരു പാർട്ടി, ചെറിയ രീതിയിലൊരു പാർട്ടിയൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിതുപോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് എന്തെല്ലാം ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായക്കാട്ടോ, വൈകിട്ട് ചായക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം പഴയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പൊറോട്ട ഉണ്ടാക്കത്തെ, പത്തിരി ഉണ്ടാക്കത്തെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിക്കൊള്ളണം എന്നില്ലല്ലോ. ഇപ്പോൾ ആർക്കും അതിനോടൊന്നും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ കഴിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്നാക്സാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഏതൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഡിഫറെൻറ്റ് സ്റ്റെപ്പാക്കിയിട്ട് മാറ്റിയിട്ട് അത് ഞാൻ സ്റ്റിക്കി നോട്ട്സിലേക്ക് അങ്ങനെ മാറ്റി ചെയ്താട്ടോ ചെയ്തത്. അപ്പോൾ സ്നാക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ഈസി ആയിട്ടും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് സ്നാക്സ് ആട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഒറ്റയ്ക്കാകുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഫ്ലോപ്പായി പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വേണം, എന്നാൽ ടേസ്റ്റി ആയിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാനിങ് പാർട്ട് ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തോ പുറത്തു പോയി വന്നിട്ടോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് തന്നെ എനിക്കത് തലേന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രാവിലെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് തീർത്തതിന് ശേഷമാണ് ഈ ഒരു പരിപാടിക്ക് ഇരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. അതിന് ശേഷമാണ് കുക്കിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുക്കിങ്ങിനും ഞാൻ ഉച്ചന് ശേഷം ആവാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. ഉച്ചന് മുന്നേ തന്നെ ചെറിയ രീതിയിൽ ആദ്യം തന്നെ ചെയ്യേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടി വർക്ക് ഏരിയയും കിച്ചണൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടൊന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കബോർഡിലാട്ടോ ഞാൻ സ്റ്റിക്കി നോട്ട്സൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്ന ഗസ്റ്റിൽ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്പൈസ് ലെവലൊക്കെ കുറച്ചിട്ടാണ് ഞാൻ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം എന്നാൽ പിന്നെ നമുക്ക് ഓരോ ഐറ്റംസ് ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതെന്തിനുള്ള ചിക്കനാണെന്ന് വെച്ചാൽ ഞാൻ ബേക്ക്ഡ് പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മാരിനേഷനൊക്കെ നമ്മളെപ്പോഴും നേരത്തെ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ പാസ്തയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ്, അതുപോലെ തന്നെ ചതച്ച വെളുത്തുള്ളി, പിന്നെ പാപ്രിക്ക പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രൈഡ് ഹെർബ്സ് ഇത്രയും, പിന്നെ സോയ സോസ് ഇത്രയും കൂടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എഗ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റെസിപ്പിയല്ല, അത് വേറൊരു റെസിപ്പി തന്നെ, ബോയിൽഡ് എഗ് സാൻഡ്വിച്ചിൻ്റെ. അപ്പോൾ അതേ സെയിം സാൻഡ്വിച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മയോണീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മയോണീസും നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ റെസിപ്പിയിലേക്കും ആവശ്യമുള്ള കാര്യങ്ങൾ, നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം നേരത്തെ ചെയ്തു വെക്കുക. ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ഫ്രൈയിങ്, ബേക്കിങ്, അതൊക്കെ അവസാനത്തേക്ക് മാറ്റി വെക്കുക. ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തെടുത്താലേ എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം മയോണീസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. മുട്ട ബ്രേക്ക് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് തിക്കാവാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ആയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ രീതിയിലാണ് മയോണീസ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പം മൊത്തം ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കുക്കിംഗ് പരിപാടിയിലേക്ക് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവുന്ന ഡേർട്ട് ഞാൻ അപ്പം തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് ഒരുപാട് ക്ലീനിങ് ബാക്കിയാവില്ല. അപ്പോൾ 2 ഐറ്റംസിലേക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പും അതുപോലെ തന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം ആവിപ്പോകരുതേ. ഇനി നമ്മൾ എഗ് സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയുള്ള ബോയിൽഡ് എഗ്സും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മുട്ടയും ഞാനിവിടെ ഉപ്പും അതുപോലെ തന്നെ സുറുക്കയും കൂടി ഒഴിച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. സുറുക്ക ഒഴിക്കുന്നത് നമുക്ക് തോല് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ.
അപ്പോൾ നമ്മൾ നാലാമത്തെ ഐറ്റമാണ് പഴം കേക്ക് അല്ലെങ്കിൽ കായ്പോള എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒരു ഈസി സ്വീറ്റ് സ്നാക്ക് ആട്ടോ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്നാക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് സ്റ്റെപ്സിലൊന്നും ചെയ്യാനില്ല, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കായ്പോള ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് വലിയൊരു കായ്പോള തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 പഴമാണ് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആ പാനിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ ഗീയും ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടും ഞാൻ ഒരുപോലെയാണ് കേട്ടോ ചേർക്കുന്നത്, പകുതി പകുതിയായിട്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പ്ലിറ്റാക്കി വെച്ചിട്ടുള്ള കാഷ്യൂസും അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് കിസ്മിസ് അല്ലെങ്കിൽ നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ പോവാണേ. ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി ചെറുതായിട്ട്. ഒരുപാട് വേവിച്ച് തമ്മിൽ ഒട്ടി പിടിച്ച് കുഴഞ്ഞു പോകുന്ന പരുവത്തിലാക്കരുത് കേട്ടോ. ഇനി അതവിടെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ് മിക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 6 കോഴിമുട്ട ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് പതപ്പിച്ച് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ഈ പഴക്കൊന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോകട്ടെ, നമ്മൾ എഗ്ഗിൻ്റെ മിക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സ് ആക്കിയതിന് ശേഷം തിരിച്ച് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടും ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു എഗ് മിക്സിലേക്ക് ഒഴിച്ച് അത് ചൂടായി കട്ട പിടിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കി മാറ്റും കൂടി ചെയ്യാം കേട്ടോ. ഈ ഒരു എഗ് മിക്സ് ഒഴിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം പറ്റ ലോ ഫ്ലെയിമിലാക്കി മാറ്റണേ. ഇനി മേൽഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പഴയ തവയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഡെക്കറേഷനായിട്ട് ആ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടിയിൽ വേറെ പാത്രമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, ഒക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു തിടുക്കത്തിൽ അങ്ങനെ ചെയ്തെടുത്താം കേട്ടോ. ഇനി ഇത് അടിച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് വലിയ പോളായതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ളിൽ ഇത് കുക്കായി വരും. അപ്പോൾ നിങ്ങൾ സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയാലും മനസ്സിലാവും കേട്ടോ. ഇനി ഇതാ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ചീസ് സ്റ്റിക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള കുരുമുളക് അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഡ്രൈഡ് ഹെർബ്സും കൂടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയായപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പോളൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു പാൻ വെച്ചിട്ട് അത് മറിച്ചിട്ട് ആ മുകൾ ഭാഗം കൂടി ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാൻ പോവാണേ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോസറല്ല ചീസും ചെദാർ ചീസും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ചീസിലും നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ആ മാവ് ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്കാക്കി മാറ്റാൻ പോവാണ്. എന്നിട്ടൊരു റോളിംഗ് പിൻ വെച്ചിട്ട് നന്നായിട്ട് ഫ്ലാറ്റ് ആക്കി എടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം കേട്ടോ. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ കായ്പോളൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ചീസി പൊട്ടറ്റോ സ്റ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി അത് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയായിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എഗ്ഗ് ബോയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ യെല്ലോയും വൈറ്റും ഇതുപോലെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിങ്ങനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയത്, നമ്മൾ ബേക്ക്ഡ് പാസ്തയിലേക്ക് വേണ്ടിയുള്ള പാസ്ത എന്തായാലും വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊക്കെ റെഡി ആവുന്നതിനിടയിൽ അതൊന്ന് റെഡി ആയിക്കോളുമല്ലോ. ഇനി അതിലേക്ക് ഞാൻ ഈ കാണുന്ന വെജീസൊക്കെ ചേർക്കുന്നതിന് കേട്ടോ. ഒരു വലിയ സവാളയും അതുപോലെ തന്നെ ഒരു ക്യുക്കുംബറിൻ്റെ പകുതി ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഹാലപ്പിനോസും കൂടി അതിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സീസണിങ് ആയിട്ട് കുറച്ച് പാപ്രിക്ക പൗഡറും പിന്നെ എരിവിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി കേട്ടോ. പാപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയേ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മിക്സ്ഡ് ഡ്രൈഡ് ഹെർബ്സ് ആണ്, പിസ്സ ഹെർബ്സും പറയും കേട്ടോ. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസും കൂടിയും ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മയോണൈസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് ആ ഒരു ബ്രെഡിലേക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ടൈം വെക്കുമ്പോൾ അതിങ്ങനെ വെള്ളം പോലെ അങ്ങനെ ലൂസായി പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാസ്തയിലേക്ക് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൂ ചെറുതാക്കി ചോപ്പ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയുള്ളി, അതായത് ഒരു വലിയുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് ഇവിടെ സൈഡിൽ 4 തക്കാളി ഒന്ന് ബ്ലാൻഡ് ചെയ്യാനിടുന്നുണ്ട്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തക്കാളികൾ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ അതൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് തൊലി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചായക്ക് പകരം ഹോർലിക്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർലിക്സിന് വേണ്ടിയുള്ള പാലും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളയ്ക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് ഇപ്പം തന്നെ വെച്ചത് കേട്ടോ. ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് നന്നാക്കി പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഒനിയൻസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് വീണ്ടും സീസണിങ് ആയിട്ട് നമ്മുടെ മിക്സ്ഡ് ഹെർബ്സും അതുപോലെ തന്നെ പാപ്രിക്ക പൗഡറും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ചേർക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കുക. ഒരു 1/4 കപ്പോളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ പൊട്ടാറ്റോ സ്റ്റിക്സ് ഇതാ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സിപ്പ് ലോക്ക് ബാഗ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് പോലെ ആയിട്ട് അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് 2 മണിക്കൂറിലേറെ എന്തായാലും ഫ്രീസറിൽ വെക്കണം കേട്ടോ. നല്ല കട്ടിയായാലാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ അനിയത്തി വന്നപ്പോൾ പിന്നെ ഓളാണ് കേട്ടോ ഫ്രൈ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയം ഞാനിവിടെ നേരത്തെ നമ്മൾ പാസ്തയിലേക്ക് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഓയിലും അതിൻ്റെ കൂടെ തന്നെ ബട്ടറും കൂടി മിക്സ് ആക്കിയിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് അത്യാവശ്യം കുക്കായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ 3 കളറുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. 3 കളറിനെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് പച്ച ആണെങ്കിൽ പച്ച മാത്രം ചേർത്താലും മതി. ഞാൻ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ 3 കളർ എടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ പാസ്ത സെറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. അതിന് മേലേക്ക് ഈ ഒരു ചിക്കൻ വെജിറ്റബിൾ മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസും ഇതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെദാ ചീസാണ് കേട്ടോ. ചെദാ ചീസിന് പകരം ഏതെങ്കിലും പ്രോസസ് ചീസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ അടുത്ത് വരും കേട്ടോ. ഇനി അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോസറല്ല ചീസും ചേർത്ത് കൊടുക്കുകയാണ്. മോസറല്ല ചീസ് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്ന കേട്ടോ നല്ലത്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ചീസ് പുൾ ഇഫക്റ്റ് കിട്ടുള്ളൂ. ഗാർണിഷിങ്ങിനായിട്ട് മേലെ ഇതാ കുറച്ച് ചെറിയ ടൊമാറ്റോസും അതുപോലെ തന്നെ ഹലപ്പീനോസും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫൈനൽ ടച്ചായിട്ട് അതിന് മേലെ കുറച്ച് ആ ഒരു ഡ്രൈഡ് ഹെർബ്സും കൂടി വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് കണ്ണു വെക്കാം കേട്ടോ. ഓരോ ഓവനും ഓരോ ടൈമാണല്ലോ. മേലത്തെ ആ ഒരു ചീസ് കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ്സ് ആണ് എനിക്കെടുത്തത്. പിന്നെ ഇതാ ഈ ഒരു ഓവൻ ഗ്ലൗസിലുള്ള ആ ഒരു ടാഗ് ആരും കാര്യമാക്കണ്ട കേട്ടോ. ഏതൊരു ഫിലിമിൽ സുരാജ് പറഞ്ഞ പോലെ ഫ്രീ കിട്ടിയതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഈ സമയത്ത് ഇവിടെ ഫ്രൈയിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നല്ല ക്രിസ്പിയാണ്. പക്ഷേ സമയം ചെല്ലുന്തോറും തണുക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. ഇനി നമുക്ക് സാൻഡ്വിച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെക്കുന്തോറും ആ ഒരു മയോണൈസ് ഒന്ന് ലൂസായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതതിൽ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ടോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ അങ്ങനെയാണ് ക്ലബ് സാൻഡ്വിച്ച് പോലെ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ്സും അതുപോലെ തന്നെ വലിയ ബ്രെഡ് ആയതുകൊണ്ട് ഇത് 4 പീസാക്കി കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ സെർവ് ചെയ്തത്. അങ്ങനെ ഇതാ നമ്മളെ പാസ്തയും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഗസ്റ്റ് വരുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും മനസ്സുണ്ട്, ഒരു കറക്റ്റ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.